നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ KPCC ഏകോപന സമിതി ചേർന്നേക്കും. VM സുധീരൻ സംഘടനാ മര്യാദ ലംഘിച്ചുവെന്ന് MM ഹസൻ ചൂണ്ടിക്കാട്ടി. ഏകോപന സമിതി യോഗം ചേരുന്നത് പരിഗണിക്കുമെന്ന് സുധീരൻ അറിയിച്ചതായി K മുരളീധരൻ MLA പറഞ്ഞു. അതേസമയം നയം മാറ്റം ചർച്ച ചെയ്യാൻ MLA മാരുടെ യോഗം വിളിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. സുധീരന്റേത് അച്ചടക്ക ലംഘനമാണെന്നും സർക്കാരിനെ വിമർശിച്ച സുധീരൻ നിലപാട് തിരുത്തണമെന്നും കോൺഗ്രസ് നേതാവ് MM ഹസൻ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ഗവൺമെന്റിനെ പരസ്യമായി വിമർശിക്കുന്നത് തീർച്ചയായിട്ടും സംഘടനാ മര്യാദകൾക്ക് യോജിച്ചതല്ല, അച്ചടക്കത്തിന് യോജിച്ചതല്ല. കാരണം മറ്റുള്ളവർ ഗവൺമെന്റിനെ പരസ്യമായി വിമർശിച്ചാൽ അതിന്മേൽ നടപടി സ്വീകരിക്കേണ്ടത് പ്രസിഡന്റാണ്. മദ്യനയത്തിൽ വരുത്തിയ പ്രായോഗിക മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് K മുരളീധരന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് മുരളീധരൻ VM സുധീരന് കത്ത് നൽകി. യോഗം വിളിക്കുമെന്ന് സുധീരൻ ഉറപ്പ് നൽകിയതായി K മുരളീധരൻ പറഞ്ഞു. അതേസമയം മദ്യനയമാറ്റം ചർച്ച ചെയ്യാൻ MLA മാരുടെ യോഗം വിളിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. മീറ്റിംഗ് അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. MLA മാർക്ക് കാണണം, ആശയവിനിമയം നടത്തണമെന്ന് അഭിപ്രായം വന്നപ്പം നാളെ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മദ്യനയമാറ്റത്തിൽ ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രിക്കൊപ്പമാണെന്ന് പറഞ്ഞ PC ജോർജ് ഇക്കാര്യത്തിൽ സുധീരന് പാർട്ടിയുടെ പിന്തുണയില്ലെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ മദ്യസംബന്ധമായ KPCC പ്രസിഡന്റ് അഭിപ്രായത്തോട് പ്രായോഗികമായ വശം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി അഭിപ്രായമാണ് ശരിയെന്ന് ഭൂരിപക്ഷമല്ല ബഹുഭൂരിപക്ഷം MLA മാരും കോൺഗ്രസ് MLA മാരും പറയുന്നു. പ്രായോഗിക മാറ്റമാണ് വേണ്ടതെന്ന് പറഞ്ഞ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സുധീരനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. പക്ഷെ KPCC പ്രസിഡന്റ് എതിരായിട്ട് അതിനകത്ത് പ്രയോജനമില്ല. അങ്ങനെ ഇപ്പോൾ KPCC പ്രസിഡന്റ് ഒരു ആറാംകൂലിയാണെന്ന് മനസ്സിലായില്ലേ? എന്നാൽ VM സുധീരന്റെ നേതൃത്വത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. രാജ്മോഹൻ ഉണ്ണിത്താൻ, R അജിത് കുമാർ മാധ്യമപ്രവർത്തകൻ, PK ഫിറോസ് മുസ്ലിം ലീഗ് നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പമുള്ളത്. ഉണ്ണിത്താനിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്യം ശ്രീ PK ഫിറോസ്, ഈദുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ പറയുകയാണ്, തലമുറകളോട് ദ്രോഹം ചെയ്യുന്ന നിലപാടാണ് ഈ സർക്കാർ ഈ തിരുത്തലിലൂടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. ബാർ മുതലാളിമാരുടെ താൽപ്പര്യം ഈ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയുടെ നേതാവ് ET മുഹമ്മദ് ബഷീർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു. ഇങ്ങനെ രണ്ട് പ്രധാന പാർട്ടികളുടെ ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ സർക്കാർ നിലപാടിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും ഇത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ആരുടെ നയവും നിലപാടുമാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത്? അല്ല, ഇതിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നേരത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും ഇക്കഴിഞ്ഞ ദിവസം ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്തപ്പോൾ മദ്യനിരോധനം ആഗ്രഹിച്ച ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി. അത് സ്വാഭാവികമാണ്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഈ നേരത്തെ പ്രഖ്യാപിച്ച മദ്യനയത്തോട് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നിരാശയുണ്ടായി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് സമ്പൂർണ്ണ മദ്യനിരോധനം ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. ലീഗിനും നിരാശയുണ്ടായി. സ്വാഭാവികമായും ലീഗും വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ UDF-നകത്ത് നടപ്പിലാക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം മാത്രമല്ല കോൺഗ്രസിൽ നടപ്പിലാവുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമല്ല UDF-ൽ നടപ്പിലാവുക. വ്യത്യസ്തമായി UDF-നകത്തുള്ള മറ്റ് കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ, UDF-നകത്തെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാടിനൊപ്പമല്ല. അതുപോലെ തന്നെ KPCC പ്രസിഡന്റിന്റെ നിലപാടിനോട് ഒപ്പമല്ല. അങ്ങനെയെങ്കിൽ അക്കാര്യത്തിൽ KPCC പ്രസിഡന്റിനെയും കോൺഗ്രസിനെയും നിങ്ങളുടെ പാർട്ടി രണ്ടും രണ്ടായി കാണുന്നു. KPCC പ്രസിഡന്റ് VM സുധീരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്. കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് പരിഗണിക്കേണ്ടത് ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന അഭിപ്രായം എന്താണോ അതിനെയാണ് എന്ന് പറയും താങ്കൾ. അതായത് KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രസ്താവനയിൽ പറയുന്നു, ഈ അഭിപ്രായത്തോട്, ഈ തിരുത്തലിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. KPCC സ്വന്തം നിലയ്ക്ക് മദ്യനിരോധനം എന്ന ലക്ഷ്യത്തിൽ ഊന്നി പ്രവർത്തിക്കുമെന്ന്. അതാണ് KPCCയുടെ അഭിപ്രായം. ആ അഭിപ്രായം നടക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ തിരുത്തൽ വരുത്താൻ പാടില്ല എന്നതാണ്. ഇതൊന്നുമല്ലാതെ വിരുദ്ധമായ താല്പര്യം ചില സ്ഥാപിത താല്പര്യക്കാർ എന്ന് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത് അത് ആരാണ്? അതെനിക്കറിയില്ല. അതിൽ അഭിപ്രായം പറയേണ്ടത് KPCC പ്രസിഡന്റാണ്. കാരണം KPCC പ്രസിഡന്റിന്റെ അഭിപ്രായമാണോ കോൺഗ്രസിന്റെ അഭിപ്രായം, അതല്ല മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണോ, നിയമസഭാ കക്ഷിയുടെ അഭിപ്രായമാണോ, കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ അഭിപ്രായമാണോ, കോൺഗ്രസിന്റെ അഭിപ്രായം എന്നൊക്കെ തീരുമാനിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും ഒക്കെ KPCC ആണ്. അജിത് കുമാർ അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. അജിത് കുമാർ,
ഇക്കാര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന തിരുത്തൽ സുധീരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു ദിവസം വൈകിയ ഒരു പ്രസ്താവന ഇറക്കുക മാത്രമാണ് ചെയ്തത്. ആ വിഷയത്തിൽ മുൻകാലങ്ങളിലേതുപോലെ ദീർഘമായൊരു വാർത്താ സമ്മേളനത്തിലേക്ക് പോവുക എന്ന ശൈലി അദ്ദേഹം സ്വീകരിച്ചില്ല. സുധീരനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയോടുള്ള ഏറ്റുമുട്ടലിൻ്റെ അവസാനമായി വേണമോ ഇതിനെ കാണാൻ? ഈ വിഷയത്തിൽ സുധീരൻ ഇനി മിണ്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കണോ? 10 വർഷത്തിന് ശേഷം വീണ്ടും പാർട്ടിയിൽ മുൻനിരയിലേക്ക് വന്ന അദ്ദേഹം ഒരു ത്യാഗത്തിന് തയ്യാറായി നിലപാട് കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുക വയ്യല്ലോ. കോൺഗ്രസിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നത ഇക്കാര്യത്തിലുണ്ട്. അത് പരസ്യവുമാണ്. KPCC പ്രസിഡന്റ് അച്ചടക്ക ലംഘനം നടത്തി എന്ന് വൈസ് പ്രസിഡന്റ് പറയുന്ന ഒരവസ്ഥ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വൈര്യത്തിലൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് പരാതി കൊടുത്തിട്ടുണ്ട്. പരസ്യമായ ഒരു വീഴ്പ്പലക്കൽ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഉന്നയിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷേ KPCC അധ്യക്ഷൻ അച്ചടക്ക ലംഘനം നടത്തി എന്ന് ഹസൻ പറയുന്നു, വൈസ് പ്രസിഡന്റ് പറയുന്നു. ആ വൈസ് പ്രസിഡന്റിനെതിരെ മറ്റൊരു MLA TN പ്രതാപൻ പറയുന്നു. അതുപോലെ തന്നെ കെ മുരളീധരൻ VM സുധീരന് കത്ത് കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റണം. ഇവിടെ കോൺഗ്രസിൻ്റെ അഭിപ്രായം നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ VM സുധീരൻ്റെ ആണോ അഭിപ്രായം, അതോ സുധീരൻ പ്രകടിപ്പിച്ച അഭിപ്രായമാണോ കോൺഗ്രസിൻ്റേത്, അതോ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച അഭിപ്രായമാണോ, അതോ മറ്റെന്തെങ്കിലും അഭിപ്രായമാണോ? ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ അഭിപ്രായ ഭിന്നതയിലേക്കും അട്ടർ കൺഫ്യൂഷനിലേക്കും മാറിയിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം വളരെ ചൂടുപിടിക്കാനാണ് സാധ്യത. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. VM സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കടന്ന കൈക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു കലാപം സൃഷ്ടിച്ചുകൊണ്ടോ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസിൽ വ്യക്തമായ ഇത് സൃഷ്ടിച്ചതാരാണ്? കോൺഗ്രസും ഗവൺമെൻറ്റും കൂടി ചേർന്നാണ് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ബാർ വിഷയം ഒരു വലിയ വിഷയമാകുമായിരുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഗവൺമെൻറ് സൃഷ്ടിച്ചതാണ്. കോടതി ഈയുടെ വഴിക്ക് അത് വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കുറേ ബാറുകൾക്ക് വേണ്ടി കുറേ ബാറുകളെ പൂട്ടിക്കാനും അവരുടെ ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഇതിന്റെ തുടക്കം. അജിത് കുമാർ, ഇക്കാര്യത്തിൽ ഇന്നിപ്പോ TN പ്രതാപൻ പോലും ആവശ്യപ്പെടുന്നു VM സുധീരന്റെ സാന്നിധ്യത്തിൽ MLA-മാരുടെ യോഗം വിളിക്കാൻ തയ്യാറാവണം ഈ വിഷയത്തിലെന്ന്. ഇതിൽ MLA-മാർക്ക് വിരുദ്ധാഭിപ്രായമോ യോജിക്കുന്ന അഭിപ്രായമോ ഉണ്ടെങ്കിൽ തന്നെ വന്ന് കണ്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറയുന്നു. അതായത് ഇതിലെ ബലാബലം ഇനി പരീക്ഷിക്കപ്പെടുക MLA-മാരുടെ യോഗത്തിലാണ്. അങ്ങനെ MLA-മാരുടെ യോഗം വിളിക്കപ്പെടുക എന്നത് സുധീരന്റെ പരാജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? അതുതന്നെയല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സുധീരന്റെ അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിക്കുന്നത് KPCC എക്സിക്യൂട്ടീവിലോ മറ്റേതെങ്കിലും ബോഡിയിലോ ആണ്. AI ഗ്രൂപ്പുകൾ ശക്തമായ നിലപാടെടുത്താൽ ഒരുപക്ഷെ സുധീരന്റെ അഭിപ്രായം KPCC എക്സിക്യൂട്ടീവ് പോലും ഭൂരിപക്ഷ അഭിപ്രായമാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കരണീയമായിട്ടുള്ളത് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉറപ്പുവരുത്തി നിയമസഭാ കക്ഷി ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയുടെ പുതിയ നയത്തോട് അല്ലെങ്കിൽ UDF ഗവൺമെൻറ് എടുത്തിരിക്കുന്ന പുതിയ നയത്തിൻ്റെ പിന്നിലുണ്ട് നിയമസഭാ കക്ഷി എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ KPCC എക്സിക്യൂട്ടീവിൽ ഈ അഭിപ്രായം വന്നാൽ എന്തുണ്ടാകും? ഭിന്നതയുണ്ടാകും, രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. KPCC പ്രസിഡന്റ് ആണോ അവസാനം ഭൂരിപക്ഷത്തിന് കീഴടങ്ങുന്ന ഒരു ഏർപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേ ഉള്ളൂ. ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷം കീഴടങ്ങി ന്യൂനപക്ഷം പോലും ഭൂരിപക്ഷത്തിന് വിധേയമാകുന്ന ഒരു രീതി, അഭിപ്രായ രീതി, സംഘടനാ രീതി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേ ഉള്ളൂ, കോൺഗ്രസിലില്ല. കോൺഗ്രസിൻ്റെ അഭിപ്രായം KPCCയുടെ അഭിപ്രായം പറഞ്ഞത് VM സുധീരനാണ്. അപ്പോൾ KPCC എക്സിക്യൂട്ടീവിലെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇത് KPCCയുടെ അഭിപ്രായം എന്ന് VM സുധീരൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം KPCCയുടെ അഭിപ്രായമായി വന്നാൽ ഗവൺമെൻറ് തിരിച്ചടിയാകും. അതുകൊണ്ടാണ് തന്ത്രപൂർവമായൊരു മാർഗത്തിലൂടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. എന്നാൽ യോഗമല്ലാതെ ഒരു യോഗം ചേർന്ന് നിയമസഭാ കക്ഷിയിൽ ഒരു ഭൂരിപക്ഷമുണ്ടെന്ന് വരുത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇക്കാര്യത്തിൽ ഇന്ന് KPCC വൈസ് പ്രസിഡന്റ് പറയുന്നു പ്രസിഡന്റ് സംഘടനാ മര്യാദ പാലിക്കുന്നില്ല, കുറച്ചുകൂടി മാന്യമായ ഇടപെടൽ വേണം, സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ലെന്ന്. KPCC പ്രസിഡന്റ് പ്രസ്താവനയിൽ പറയുന്നു ഈ സർക്കാർ വിശാലമായ ജനതാൽപര്യത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണ്, തലമുറകളോട് ദ്രോഹം ചെയ്യുന്ന സമീപനം മദ്യനയത്തിലെ തിരുത്തൽ കൊണ്ടെടുത്തുവെന്ന്. ആരാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ പറയുന്നത്? സുധീരനോ അതോ MM ഹസൻ അടക്കമുള്ള നേതാക്കളോ?
കേരളത്തിലെ UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു മദ്യനയത്തെ സർവാത്മന സ്വാഗതം ചെയ്ത ഒരു നേതാവാണ് KPCCയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ. സർവാത്മന സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ് മദ്യനയത്തിൻ്റെ പ്രചാരകനായി മാറിക്കൊണ്ട് കാസർഗോട്ട് നിന്ന് ഒരു ജനപക്ഷ യാത്ര നയിച്ചതും ശ്രീ VM സുധീരനാണ്. ആ ജനപക്ഷ യാത്രയിൽ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെ ഒരു നിഴല് പോലെ KPCC പ്രസിഡന്റിനെ പിന്തുടർന്ന ഒരാളാണ് KPCC വൈസ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ. ശ്രീ MM ഹസൻ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്ത് വരെ നടത്തിയ പ്രസംഗങ്ങളുടെ ക്ലിപ്പിംഗ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ക്ലിപ്പിംഗ് എടുത്ത് ജനങ്ങളെ കാണിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് നോക്കണം. ഈ മദ്യനയത്തെക്കുറിച്ച് വാനോളം പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ മദ്യനയത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോൾ ആ മദ്യനയത്തെക്കുറിച്ച് പ്രകീർത്തിച്ച് പ്രസംഗിച്ച ആ MM ഹസൻ ഇപ്പോൾ ആ മദ്യനയത്തിൽ നിന്ന് യു-ടേൺ അടിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത. അതിപ്പോ MM ഹസൻ സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് അതിനെ പുകഴ്ത്തി പ്രസംഗിക്കേണ്ടി വരും. ഇനി സർക്കാർ അതിന്റെ പ്രായോഗിക സാധ്യതകൾ പരിഗണിച്ച് ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ആ മാറ്റത്തെയും പിന്തുണയ്ക്കേണ്ടി വരും. അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ സംഘടനാ മര്യാദ പരിഗണിച്ച് അദ്ദേഹം നിശബ്ദനായിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ല VM സുധീരൻ എന്ന വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, ഒന്നുകിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സമയം തരണം, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ച് ഉത്തരം കൂടെ നിങ്ങൾ അങ്ങ് പറയണം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയൂ. അതായത് ഇപ്പോൾ മദ്യനയത്തെ പിന്തുണച്ചുകൊണ്ട് എല്ലാ വേദിയിലും MM ഹസൻ പ്രസംഗിച്ചു. അതിനുശേഷം മദ്യനയത്തിൽ സർക്കാർ ചില പ്രായോഗിക താല്പര്യങ്ങൾ പരിഗണിച്ച് തിരുത്തൽ വരുത്തി. അങ്ങനെ തിരുത്തൽ വരുത്തുമ്പോൾ ഇങ്ങനെ VM സുധീരൻ ചെയ്തതുപോലെ തലമുറകളോട് ചെയ്യുന്ന ശാപം അല്ലെങ്കിൽ മദ്യമുതലാളിമാരുടെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നത് സംഘടനാ വിരുദ്ധമാണെന്നാണ് MM ഹസൻ ചൂണ്ടിക്കാട്ടുന്നത്. ന്യായമല്ലേ അത്? 418 ബാറുകൾ തുറന്നു കൊടുക്കണമെന്ന് വാദിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ ആളാ ഇതേ MM ഹസൻ. അതിന്റെ ക്ലിപ്പിംഗ് നിങ്ങളുണ്ട്. അതിനെതിരായി പത്രസമ്മേളനം നടത്തിയ ആളാ രാജ്മോഹൻ ഉണ്ണിത്താൻ. അന്നും VM സുധീരൻ കേരളത്തിലെ പിന്നെ ശ്രീ MM ഹസൻ കഴിഞ്ഞ 418 ബാറുകൾക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് നിലപാട് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ ആളാണ് VM. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീ MM ഹസനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡന്റിനെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ രണ്ട് കാര്യമാണ്. ഒന്ന്, പാർട്ടിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും പറയുന്നു. KPCCയുടെ ചീഫ് MM ഹസൻ അല്ലല്ലോ, VM സുധീരനാണ്. അപ്പൊ KPCCയുടെ ചീഫ് KPCCക്കെതിരെ പറയുന്നു പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? പിന്നെ പോട്ടെ, ശ്രീ MM ഹസന് 2 പ്രാവശ്യം അസംബ്ലി സീറ്റ് നിശ്ചയിച്ചപ്പോൾ അജിത്തിനറിയാം. അന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വർഗീയവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയ ആളാ. അന്ന് കോൺഗ്രസ് നേതൃത്വത്തെ എന്തോരം അപമാനിച്ച ഒരാളാ ഈ MM ഹസൻ. മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയായി കരുണാകരൻ ഇരിക്കുമ്പോൾ ആ കരുണാകരന്റെ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ഹസൻ പറഞ്ഞ വാക്കുകളുടെ പേരിൽ നടപടിയെടുക്കാനാണെങ്കിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഹസൻ ഉണ്ടാവില്ല. അത്തരം ചരിത്രം MM ഹസൻ ഉണ്ടെന്ന് താങ്കൾ ഈ ഘട്ടത്തിൽ സവിശേഷമായി ഓർമ്മിപ്പിക്കും. ശ്രീ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇക്കാര്യത്തിൽ ഇപ്പോ KPCC അധ്യക്ഷൻ പറയുന്നു പാർട്ടിയുടെ നിലപാടല്ല ഇതെന്ന്, ഇത് തലമുറകളോടുള്ള ശാപമാണെന്ന്, ഇത് ബാർ മുതലാളിമാരുടെ താല്പര്യമാണെന്ന്, ഇതിൽ ചില അവിശുദ്ധ ശക്തികളുടെ താല്പര്യം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്തേ അക്കാര്യത്തിൽ ഇപ്പം മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറയുന്നു അവരുടെ താല്പര്യം ഇതല്ല എന്ന്. അവരുടെ മന്ത്രിമാർ അക്കാര്യത്തിൽ ഒബ്ജക്ഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തു. KPCCയുടെ അംഗങ്ങളാണല്ലോ ബാക്കിയുള്ള 10 മന്ത്രിമാർ. എന്നിട്ടും ആ താല്പര്യം എന്തേ നടക്കാതെ പോയത്? അപ്പോൾ സുധീരൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി സുധീരൻ്റെ പാർട്ടിക്കകത്ത് സുധീരന് വേണ്ടത്ര ഗ്രിപ്പില്ല. സുധീരൻ പറയുന്നതല്ല പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി MLA-മാരുടെ നിലപാടെന്ന് മനസ്സിലാക്കണ്ടേ ഇപ്പോൾ? അല്ല, അത് അവിടെയാണ് ഞാൻ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് അജിത്തിനോടും താങ്കളോടും പറയുന്നത്, ഈശ്വരൻ തെറ്റ് ചെയ്താലും അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സ്വദേശാഭിമാൻ രാമകൃഷ്ണനെ നിങ്ങൾ മാനിക്കണം. ഇപ്പോൾ ഞാനിവിടെ വരുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ജനനായക അവാർഡ് ശ്രീ VM സുധീരൻ നിങ്ങൾ കൊടുക്കുന്ന കണ്ടിട്ടാണ്. അടുത്ത വർഷം നിങ്ങൾ ഒരു ജനവഞ്ചന അവാർഡ് കൂടെ അല്ലെങ്കിൽ ജനവിരുദ്ധ അവാർഡ് വെച്ചാൽ ആ അവാർഡ് നിങ്ങൾ MM ഹസന് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്ന് ഒറ്റയടിക്ക് മാറ്റി. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, 418 ബാറുകൾ പൂട്ടുന്ന കാര്യം മാത്രമേ KPCC ചർച്ചയ്ക്ക് വന്നിട്ടുള്ളൂ, തീരുമാനമായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കണ്ട എന്ന് പ്രസിഡന്റ് തന്നെ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കണം. അത് UDF യോഗത്തിൽ പ്രസിഡന്റ് അവതരിപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും ഉണ്ട്, മാണിയുടെ സപ്പോർട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി പുതിയ നയം പ്രഖ്യാപിക്കുന്നത്. നല്ല നയം. കാരണം മുഖ്യമന്ത്രി 418 അല്ല 730 ബാർ പൂട്ടാൻ തീരുമാനിച്ചു. ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ 10% ഓരോ വർഷവും പൂട്ടാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഞായറാഴ്ച ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചു. KPCC പ്രസിഡന്റ് സ്വാഗതം ചെയ്തു.
ലീഗ് സ്വാഗതം ചെയ്തു. അതായത് 418 ബാറുകൾ പൂട്ടുന്ന കാര്യത്തിൽ മാത്രമേ പാർട്ടി തീരുമാനമെടുത്തുള്ളൂ. ബാക്കിയെല്ലാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വന്തം താല്പര്യപ്രകാരം UDF യോഗത്തിൽ വായിച്ച പേപ്പറിലെ പരാമർശങ്ങളും കണ്ടന്റുമാണ്. അതുകൊണ്ട് അതിൽ ചില തിരുത്തലുകൾ വരുത്തിയാൽ അത് പാർട്ടി വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. നമ്പ്രിയ സത്യം അപ്രിയം, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് പാർട്ടി വിരുദ്ധ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് പറയാൻ അവകാശമുണ്ട്. CK ഗോവിന്ദൻ നായർ KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ R ശങ്കറിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഗവൺമെന്റ് നടപടിക്കെതിരെ ഇന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന P രാമകൃഷ്ണന്റെ സഹോദരൻ P ഗോപാലൻ അന്ന് അസംബ്ലിക്കകത്ത് ആഭ്യന്തരമന്ത്രിക്കെതിരെ നിരാഹാരം നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്നും പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് അജിത് കുമാർ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ അധ്യക്ഷനാണ്, അങ്ങേയറ്റത്തെ ആദർശധീരനാണ്, നിലപാടുകൾ വിട്ടുവീഴ്ചയില്ലാത്ത ആളാണെന്നൊക്കെ പറയാം, ഇത്തരം പ്രസ്താവനകൾ ഇറക്കാം. പക്ഷേ സുധീരന്റെ മദ്യവിരുദ്ധ പോരാട്ടം, പാർട്ടിക്കകത്തെ ഈ മദ്യവിരുദ്ധ പോരാട്ടം അവസാനം പുറത്തിറക്കിയ ഈ പ്രസ്താവനയിൽ അവസാനിച്ചു പോവുകയാണോ? നിയമസഭാ കക്ഷി യോഗം വിളിക്കണമെന്ന് വന്നാൽ, അങ്ങനെ ഒരു യോഗം വിളിക്കപ്പെട്ടാൽ സുധീരന് പാർട്ടി MLA-മാരുടെ മേലെങ്കിലും ഒരു സ്വാധീനം അവശേഷിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വിജയ സാധ്യത ഇനി എത്രത്തോളമുണ്ട് താങ്കളുടെ നോട്ടത്തിൽ? അജിത് കുമാർ താങ്കളോട്. അജിത് കുമാർ താങ്കളോട്. KPCC പ്രസിഡന്റ് സ്ഥാനം VM സുധീരൻ വലിച്ചെറിഞ്ഞു പോകും എന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അഭിപ്രായം ആ തരത്തിൽ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും നിന്ന് ഇപ്പോഴത്തെ പുതിയ മദ്യനയത്തോട് എതിരഭിപ്രായം രേഖപ്പെടുത്താൻ മാത്രമേ മുസ്ലിം ലീഗും VM സുധീരനും തയ്യാറായിട്ടുള്ളൂ. ലീഗാകട്ടെ സമരം നടത്തും, പ്രക്ഷോഭം നടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണിയിൽ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഗവൺമെൻറ് തകരണം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം, ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കണം എന്നാരും ആഗ്രഹിക്കുന്നില്ല. UDF തകരണം എന്നാരും ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ദുർബലപ്പെടണം എന്നാഗ്രഹിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയും രമേശും ഇക്കാര്യത്തിൽ VM സുധീരനെതിരെ യോജിച്ചു നിൽക്കുക, രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ. VM സുധീരൻ്റെ സ്വതമേയുള്ള ഒരു ദൗർബല്യം അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഗ്രൂപ്പില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ പത്രഭാഷയിൽ പറഞ്ഞാൽ അടുത്ത കാലത്ത് VM സുധീരൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, KP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ അങ്ങനെയുള്ള നേതാക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ആരോപണമാണ്, അല്ലെങ്കിൽ പത്രങ്ങളുടെ അഭിപ്രായമാണ്. ആ തരത്തിൽ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ട് അദ്ദേഹത്തിന് സംഘടനാ ശക്തി സമാഹരിച്ചെടുക്കുന്നതിനുള്ളൊരു സാഹചര്യം ഇതുവരെ സംജാതമായിട്ടില്ല. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും VM സുധീരനെ അനുകൂലിക്കുന്ന നല്ല വിഭാഗം രൂപപ്പെട്ടു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ, അവരുടെ ഗ്രൂപ്പിൻ്റെ പിന്തുണയില്ലാതെ സുധീരന് KPCCയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് AI ഗ്രൂപ്പുകൾ മദ്യനയത്തിൽ ഏകദേശം യോജിച്ച മട്ടാണ്. VM സുധീരനെതിരെ രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അവരുടെ ഗ്രൂപ്പിൻ്റെ പിന്തുണ ഉമ്മൻചാണ്ടിക്ക് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് AI ഗ്രൂപ്പുകൾ ഒരുമിക്കുകയും VM സുധീരൻ മദ്യനയത്തിൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വേറിട്ട് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പൊട്ടിത്തെറിയിലേക്ക്, നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞ് കോൺഗ്രസിനെ ഒരു ധർമ്മസങ്കടത്തിലാക്കുന്ന, സംഘടനയെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും എന്ന് തോന്നുന്നില്ല. ഇത് KPCCയിൽ ചർച്ച വരുമ്പോൾ ഇപ്പോഴത്തെ മദ്യനയത്തിൽ, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിൽ ചില ക്രമീകരണങ്ങൾ കൂടി വരുത്തി ഒരു പ്രായോഗിക സമീപനത്തിൽ അല്പം വെള്ളം പോകാനുള്ള സാധ്യതയാണ് താങ്കൾ കാണുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുതന്നെയല്ലേ, അതായത് പാർട്ടിയിലെ ഇങ്ങനെ നിയമസഭാ കക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗം വിളിക്കണമെന്ന് K മുരളീധരൻ MLA അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു യോഗം വിളിച്ചാൽ പാർട്ടിയിൽ ഭൂരിപക്ഷം കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത സുധീരൻ പിന്നെ എന്തിനാണ് പാർട്ടി നിലപാടെന്ന പേരിൽ ഇത് നിരന്തരം ഇങ്ങനെ ആവർത്തിക്കുന്നത്? എല്ലാവരും അതിനെ തള്ളിപ്പറയുകയാണ്. അപ്പോൾ ഹസൻ പറയുന്നതല്ലേ അക്കാര്യത്തിൽ ശരി, സംഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുക. പാർട്ടിയിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിനൊപ്പം ഇല്ലല്ലോ. VM സുധീരൻ സ്വീകരിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഭരണത്തിനെതിരെ ഭരണവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ അതാണ് ഒരു നിയമസഭാ കക്ഷി യോഗം വിളിക്കുകയാണെങ്കിൽ കൂടി ഇക്കാര്യത്തിൽ സുധീരനെ പിന്തുണയ്ക്കാൻ എത്ര പേരുണ്ടാവും? പരസ്യമായി പ്രതികരിക്കുന്നവരിൽ പോലും എല്ലാവരും, മഹാഭൂരിപക്ഷം പേരും സുധീരന്റെ നിലപാടിനെ എതിർക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് പാർട്ടി നിലപാടെന്ന പേരിൽ വീണ്ടും വീണ്ടും ഈ സർക്കാർ വിരുദ്ധ നിലപാട് അദ്ദേഹത്തിന് ഇങ്ങനെ ആവർത്തിക്കാൻ കഴിയുന്നത്? എന്ത് സാങ്കത്യമുണ്ടതിന്?
കേരളത്തിലെ മുഴുവൻ ആളുകളും വെള്ളമടിക്കാരെ അംഗീകരിക്കുമ്പോൾ നിങ്ങളും വെള്ളമടിക്കാരെ അംഗീകരിക്കുന്ന കാര്യമുണ്ടോ? വെള്ളമടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ കുറ്റം? അപ്പോൾ മുഴുവൻ ആളുകളും മദ്യപിക്കുന്ന ആളുകളായതുകൊണ്ട് മദ്യപിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ആ ഒറ്റപ്പെടുത്തെങ്കിൽ ഒറ്റപ്പെടട്ടെ. ഇവിടെ ഒരു കാര്യം പറയാം. ശ്രീ അജിത്ത് പറഞ്ഞു VM സുധീരൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ VM സുധീരന്റെ ഗ്രൂപ്പല്ല, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ്. ശ്രീ അജിത്തിനറിയാം, സോളാർ കേസ് വന്നപ്പോൾ ഇതേ ചാനലിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ വന്നിരുന്ന് മുഖ്യമന്ത്രിയെ അപമാനിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി സരിതയുടെ പേര് പറഞ്ഞ് പുള്ളിയെ ചെളിവാരി എറിഞ്ഞപ്പോൾ അന്ന് ഈ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ചാനൽ വന്നത്. അജിത്ത് പറയട്ടെ അല്ലെന്ന്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദോരാതെ പ്രസംഗിച്ച രാജ്മോഹൻ ഉണ്ണിത്താനാണ് കേരളം മൊത്തം നടന്നത്. ഞാൻ ഒറ്റപ്പെട്ടു, പക്ഷേ എനിക്ക് ആ ഒറ്റപ്പെടൽ പ്രശ്നമായിരുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി കേരളം മൊത്തം നടന്ന് പ്രസംഗിച്ച ഒരാളാണ് ഞാൻ എന്നും സത്യത്തിനോടും ധർമ്മത്തോടും നീതിയോടും മാത്രമേ നിന്നിട്ടുള്ളൂ. ഇന്നും ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. VM സുധീരൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതാണ് അക്കാര്യത്തിൽ താങ്കൾ പറയാനുള്ളത്. പി കെ ഫിറോസ് വീണ്ടും കോഴിക്കോട് സ്റ്റുഡിയോയിരുന്നു. പി കെ ഫിറോസ്, ഇക്കാര്യത്തിൽ ബാർ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നു ഈ നയമെന്ന് പറയുന്നു നിങ്ങളുടെ പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് ET മുഹമ്മദ് ബഷീർ. നിങ്ങളുടെ പാർട്ടിയുടെ നയം ഇതല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നയം ഇതല്ല, മുന്നണിയുടെ നയം ഇതല്ല. എങ്കിൽ കൂടിയും ബാർ മുതലാളിമാരുടെ താല്പര്യം ദിനേന എന്നോണം സംരക്ഷിക്കപ്പെടുന്ന നിലപാട് തുടരെ തുടരെ ഉണ്ടാകുന്നതിന് പിന്നിൽ ആരാണ്? എങ്ങനെയാണ് നിങ്ങൾക്കത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുക? ഞങ്ങൾ ഈ നിലപാട് എടുത്തിട്ടില്ല, പക്ഷേ എങ്കിലും ഇതിവിടെ നടപ്പിലാകുന്നു. എങ്ങനെ വിശദീകരിക്കും അത്? അല്ല, ഒരു കാര്യം ഇപ്പം ഈ ചർച്ചകളൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് മാറ്റത്തിന്റെ ഒരു കാരണം കോൺഗ്രസിനകത്തെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ്. ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. UDF-നകത്ത് ഏകാഭിപ്രായം ഉണ്ടാകണമെങ്കിൽ എല്ലാ കക്ഷികൾക്കും ഒരു അഭിപ്രായത്തിലേക്ക് വന്നാൽ മാത്രമേ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ലീഗിന്റെ നിലപാടിനെ മുൻനിർത്തിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഇപ്പോൾ UDF ഗവൺമെന്റ് തീരുമാനിച്ച 730 ബാറുകളിൽ ബിയറും വൈനും കൊടുത്ത് ബാറുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനത്തിനെതിരെ അതാത് പ്രദേശങ്ങളിലെ ബഹുജനങ്ങളെ അണിനിരത്തി മദ്യവിരുദ്ധ പ്രവർത്തകരെ അണിനിരത്തി അതിശക്തമായ ആർക്കെതിരെയാണ് നിങ്ങളുടെ സമരം? PK കുഞ്ഞാലിക്കുട്ടിയും PK അബ്ദുറബ്ബും ഈ പറയുന്ന 5 മന്ത്രിമാർ, നിങ്ങളുടെ 5 മന്ത്രിമാർ അടങ്ങുന്ന സർക്കാരിനെതിരെയാണോ നിങ്ങൾ ആളുകളെ കൂട്ടി സമരം ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ വഴിയിൽ തടയാൻ പോകുന്നതും കല്ലെറിയാൻ പോകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ കരുകുടി കാണിക്കാനും പോകുന്നത് PK കുഞ്ഞാലിക്കുട്ടിയെയാണോ, PK അബ്ദുറബ്ബിനെയാണോ, MK മുനീറിനെയാണോ, മഞ്ഞളാംകുഴി അലിയെയാണോ? അവരൊക്കെ ഈ സർക്കാരിന്റെ ഭാഗമാണ്, ഈ തീരുമാനമെടുത്ത ക്യാബിനറ്റിലെ അംഗങ്ങളാണ്. നാളെ ഇനിയിപ്പോൾ സെക്സ് ടൂറിസം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചാൽ ഞങ്ങളുടെ നിലപാട് ഇതല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് തന്നെ അംഗീകരിച്ചു പോവുകയാണോ നിങ്ങൾ ചെയ്യുക? നിഷാദ്, ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം ഈ മന്ത്രിമാർ ഈ മദ്യനയത്തിന് അനുകൂലമായി കൈപൊക്കിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ ചോദ്യം പ്രസക്തമായിരുന്നു. ലീഗിന്റെ നിലപാട് ഇപ്പൊ പറഞ്ഞില്ലേ, KPCC പ്രസിഡന്റിന്റെ നിലപാടല്ലല്ലോ മന്ത്രിസഭയിൽ കോൺഗ്രസിലെ മന്ത്രിമാർ പറഞ്ഞത്. എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുത്ത നിലപാടാണ് മന്ത്രിസഭയിൽ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യം പ്രസക്തമല്ല. മാത്രമല്ല, ഇക്കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഞാനൊരു ഉദാഹരണം പറയാം. ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് CPM-ന്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണ കൊടുത്ത മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ, ആ ഒഴിപ്പിക്കൽ എങ്ങനെ അട്ടിമറിച്ചത്? CPI എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടി എടങ്കോലിട്ടപ്പോൾ മൂന്നാർ എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ പിന്തുണയുള്ള ഈ കയ്യൊഴിപ്പിക്കൽ നടപടി പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടി വന്നു ഇടതുപക്ഷ ഗവൺമെന്റിന്. ഇവിടെ ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഘടകകക്ഷികളും മദ്യനയത്തിൽ നിന്നും പറകോട്ട് പോകണമെന്ന് പറയുമ്പോൾ ലീഗ് ശക്തമായ നിലപാട് തുടരുമെന്ന് തന്നെയാണ് PK ഫിറോസ് വ്യക്തമാക്കുന്നത്. സമയപരിമിതിയോട് നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, PK ഫിറോസ് ഒപ്പം അജിത് കുമാർ എന്നിവർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.